ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്നിക്കൽ അനാലിസിസ് തന്നെയാണ്. അതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ട് എങ്ങനെ ലൈവ് മാർക്കറ്റിൽ നമുക്കൊരു നല്ല ട്രേഡ് എടുക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു ആ വീഡിയോയിൽ ഞാൻ കാണിച്ചത്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് വരച്ചിട്ട് ലൈവ് മാർക്കറ്റിൽ എങ്ങനെ നമുക്ക് ട്രേഡ് എടുക്കാമെന്നുള്ള ഒരു എക്സാമ്പിൾ സഹിതം ഞാൻ നിങ്ങൾക്ക് ലൈവ് മാർക്കറ്റിൽ കാണിച്ചു തരാം. ഈ വീഡിയോയുടെ അവസാനങ്ങളിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണുക. ഈ ഒരു ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് ചെയ്യാൻ ഇറങ്ങരുത്. കാരണം ഇതിൻ്റെ മെയിൻ സാധനമാണ്. നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് ചാർട്ട് പാറ്റേൺസും ട്രെൻഡ് ലൈനും ട്രയാങ്കിൾ പാറ്റേൺസൊക്കെ പഠിച്ചു കഴിഞ്ഞ ശേഷം ലൈവ് മാർക്കറ്റിൽ ഒരുപാട് ചാർട്ടുകൾ വിശകലനം ചെയ്തിട്ട് നിങ്ങൾ തന്നെ ഈ പാറ്റേൺസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് വരുന്നുണ്ട്, ഇപ്പോൾ ട്രേഡ് എടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ ഒരുപാട് ചാർട്ടുകൾ 100, 150, 200 ചാർട്ടുകൾ നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം ട്രേഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലോസ് വരുത്തുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അല്ലെങ്കിൽ ലോസ് കുറക്കാം, പ്രോഫിറ്റ് കൂട്ടാം. അല്ലാതെ നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരു ട്രേഡ് എടുക്കുന്നത് ഇങ്ങനെ പഠിച്ച് ചെയ്യുന്നതും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോൾ മാർക്കറ്റിൽ 2 വിധം മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത് അല്ലേ. ഒന്നും ഒരു അപ് ട്രെൻഡ്, നിങ്ങൾ കണ്ടില്ലേ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു മൂവ്മെൻറ്റ് കണ്ടില്ലേ, ഞാൻ പെയിനിൽ വരച്ച ഒരു അപ് ട്രെൻഡും ഒരു താഴേക്കുള്ളൊരു മൂവ്മെൻറ്റ് ഡൗൺ ട്രെൻഡും. പിന്നെ വേറൊരു മൂവ്മെൻ്റ് ഉണ്ട് കൺസോൾട്ടേഷൻ. അതായത് ഒരു റേഞ്ച് ബോണ്ടിൽ ഇങ്ങനെ മൂവ് ചെയ്യും. ഇപ്പോൾ 100, 110 റേഞ്ചിലാണ്. 100 ഒരു പ്രൈസ് പോയിട്ട് 110 പോയിട്ട് വീണ്ടും 100 തിരിച്ച് വന്ന് വീണ്ടും 110 പോയി. ആ ഒരു മൂവ്മെൻറ്റാണ് റേഞ്ച് ബോണ്ട് എന്ന് പറയാം. ഒരു അപ് ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് മുകളിലേക്ക് തന്നെ സ്വിങ് ഹൈയും സ്വിങ് ലോവും ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോയി അടിയിലേക്ക് വന്ന് വീണ്ടും മുകളിലേക്ക്, അങ്ങനെ ഓരോ സ്വിങ് ഹൈയും സ്വിങ് ലോവും ഉണ്ടാക്കി പോകുന്നതിനാണ് അപ് ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് പറഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരുന്നതിനാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയാം. ഈ ഒരു 3 രീതിയിലുള്ള മൂവ്മെൻറ്റാണ് മാർക്കറ്റ് മെയിനായിട്ടുണ്ടാകുന്നത്. ഇത്തരം മൂവ്മെൻറ്റുകളിൽ നമുക്ക് മാർക്കറ്റിൽ എങ്ങനെ നമ്മൾക്കൊരു ട്രേഡ് എടുക്കാൻ വിധത്തിൽ നമുക്ക് എങ്ങനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് വരയ്ക്കാമെന്ന് നോക്കാം. നമ്മൾ ആ ഒരു അപ് ട്രെൻഡ് കണ്ടില്ല, ആ ഒരു അപ് ട്രെൻഡിൽ ഹയർ ഹൈസിന് ലൈന് നേരെ ആ എല്ലാ ഹയർ ഹൈസിനെയും ടച്ച് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുക. താഴെ നമ്മൾ ലോവർ ലോസിനെ ടച്ച് ചെയ്തിട്ടൊരു ലൈനും വരച്ചിട്ട് അവർ തമ്മിൽ എൻഡിൽ ഉണ്ടോ കൂട്ടിമുട്ടി ഒരു ട്രയാങ്കിൾ പോലെ ആവും. ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് അവിടെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിനാണ് ട്രയാങ്കിൾ പാറ്റേൺസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഹയർ ഹൈസും ഇതിൻ്റെ എല്ലാ ലൈനും ലോവർ ലോസിൻ്റെ ലൈനും കൂട്ടിയിട്ട് ഒരു ലൈൻ വരച്ചാൽ ഒരു ട്രയാങ്കിൾ പോലെ ഫോം ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു വരുന്ന സമയത്ത് എങ്ങനെ എൻട്രി എടുക്കുക എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഇതിന് നമുക്ക് ഒന്നെങ്കിൽ ബ്രേക്ക് ഔട്ട് എൻട്രി കിട്ടും, അല്ലെങ്കിൽ സപ്പോർട്ടിൽ നിന്നൊരു എൻട്രി എടുക്കാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസിൽ നിന്ന് ഒരു എൻട്രി എടുക്കാം. പല രീതിയിൽ നമുക്ക് എൻട്രി എടുക്കാം. നമുക്ക് ഏറ്റവും ഫേവറബിൾ ആയിട്ടൊരു എൻട്രി എന്ന് പറഞ്ഞത് ഒരു ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഒരു എൻട്രി എടുക്കുന്നത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ മൂവ് ചെയ്യുന്നില്ല, ആ ലൈനിൽ ടച്ച് ചെയ്ത് അടി വരിക. എപ്പോഴാണ് ആ ലൈൻ കടന്നിട്ട് മുകളിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങുന്നത്, ആ സമയം നമ്മൾ പ്രൈസ് നോക്കി വെക്കുക സ്റ്റോക്ക്. ഓക്കെ, എന്നിട്ട് ആ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് നമുക്കൊരു എൻട്രി എടുക്കാം. ആ ഒരു ക്യാൻഡിൽ, അതായത് ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിലിൻ്റെ ലോയിൽ സ്റ്റോപ്പ് ലോസ് കൊടുക്കുക. ആ സ്റ്റോപ്പ് ലോസ് എത്രയാണോ അതിൻ്റെ ഡബിളോ അല്ലെങ്കിൽ ട്രിപ്പിളോ ടാർജറ്റ് വെക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു നല്ല എൻട്രി എടുക്കുക. ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺസിൻ്റെ ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുന്നതിന് തന്നെ 2-3 മാർഗ്ഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വിശദമായി ചെയ്യാം. ഒന്നുകിൽ നമ്മൾ ആ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ആ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയിട്ട് വീണ്ടും തിരിച്ച് ആ ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് റീടെസ്റ്റ് എന്ന് പറയും. ആ ഒരു താഴേക്ക് ലൈനിലേക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് സ്റ്റോപ്പ് ലോസ് ചെറുത് വെച്ചാൽ മതി. ഓക്കെ, ഞാൻ മിക്കവാറും എൻട്രീസ് എടുക്കുന്നത് എങ്ങനെ ബ്രേക്ക് ഔട്ട് വന്നതിന് ശേഷം ചെറിയൊരു റീട്രേസ്മെൻറ്റ് ആ ലൈനിലേക്ക് വരും. ആ ഒരു സമയത്താണ് ഞാൻ എൻട്രി എടുക്കാറ്. ഞാൻ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോയി പിന്നെയും കുറേ മുകളിലേക്ക് പോയ സ്റ്റോക്കിനെ ഞാൻ വീണ്ടും പിന്തുടർന്ന് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. എപ്പോഴും ബ്രേക്ക് ഔട്ട് ചെയ്തതിന് ശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ, അതായത് ആ ഒരു ലൈനിലേക്ക് തിരിച്ച് വരുന്ന സമയത്താണ് ഞാൻ എൻട്രി എടുക്കാറ്. അപ്പോൾ എനിക്ക് ചെറിയ സ്റ്റോപ്പ് ലോസ് വെച്ചാൽ മതി, ടാർജറ്റും വലിയ ടാർജറ്റ് വെക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അതാണ് ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇനി നമുക്ക് അത് ലൈവ് മാർക്കറ്റിൽ ഒന്ന് കണ്ടാലോ, എങ്ങനെ നമ്മൾ ട്രയാങ്കിൾ പാറ്റേൺസ് വെച്ചിട്ട് ഒരു എൻട്രി എടുക്കുക എന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. ഇത് ഇന്ന് ഞാൻ എടുത്തൊരു ട്രേഡാണ്. ഇന്ന് പറയുമ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് 2 ദിവസം മുന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ ഈ എൻട്രി എടുത്തതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 5 മിനിറ്റ് ടൈം ഫ്രെയിം വെച്ചിട്ടാണ് ഞാൻ എടുത്തത്, കാരണം ഞാനൊരു ഇൻട്രാഡേ ട്രേഡാണ് ഇത് വഴി ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാനൊരു ലോവർ ലോസിനെ കണക്ട് ചെയ്ത ഒരു ലൈനും ഒരു ഹയർ ഹൈസിനെ കണക്ട് ചെയ്ത ഒരു ലൈനും വരച്ചു. ഒരു ട്രയാങ്കിൾ പാറ്റേൺ അവിടെ എനിക്ക് കിട്ടി. ഓക്കെ, ആ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് നിങ്ങൾ താഴേക്ക് ഇറങ്ങിയത് നിങ്ങൾ കണ്ടില്ലേ. 1702 താഴേക്ക് ഇറങ്ങിയ സമയത്ത് ഞാനത് സെല്ല് ചെയ്തു. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഉണ്ടോ ആ ഒരു ട്രയാങ്കിളിൻ്റെ മുകളിൽ 1710.5 ആയിരുന്നു എൻ്റെ സ്റ്റോപ്പ് ലോസ്. അതായത് എനിക്ക് 9 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എനിക്ക് മിനിമം ഇപ്പോൾ ഒരു 18 പോയിൻ്റ് 20 പോയിൻ്റൊക്കെ ടാർഗറ്റ് വെക്കുന്ന രീതിയിൽ ഞാൻ 1680 എൻ്റെ ടാർഗറ്റ് വെച്ചത്. 22 രൂപ ടാർഗറ്റും വെച്ചു. ഓക്കെ, അങ്ങനെ ഞാനൊരു എൻട്രി എടുത്തു. ആ ഒരു സ്റ്റോക്ക് ലോ വന്ന് 1669 വരെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ ടാർഗറ്റ് കിട്ടിയാൽ മതി, പിന്നെ ടെൻഷൻ അടിക്കരുത്. കാരണം നമ്മുടെ ടാർഗറ്റ് എടുത്താൽ ട്രേഡ് നിന്ന് ഒഴിവാ, പിന്നെ അടിയിലേക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ വന്നാൽ തിരിച്ച് കയറി നമ്മുടെ പ്രോഫിറ്റ് കൂടെ പോവുക ചെയ്യുക. അപ്പം എനിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി എങ്ങനെ കിട്ടിയത്, ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺസ് വരച്ചിട്ട് അത് ബ്രേക്ക് ചെയ്ത സമയത്താണ് ഞാൻ എൻട്രി എടുത്തത്. ഇത് 100% എപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. പക്ഷേ നമ്മളൊരു 5 എൻട്രി എടുത്താൽ ഒരു 3 4 നമുക്ക് സക്സസ് ആവും. വേണ്ട 2 സക്സസ് ആയാലും നമ്മൾ പ്രോഫിറ്റില്ല, കാരണം നമ്മളെ സ്റ്റോപ്പ് ലോസിൻ്റെ ഇരട്ടിയാണ് നമ്മൾ ടാർഗറ്റ് വെക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് പ്രോബബിലിറ്റി ചാൻസ് കൂടുതലാണ്. ഒരു 5 നമ്മളെപ്പോഴും സക്സസ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് എപ്പോഴും അത് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് തന്നെ പോകണമെന്നില്ല. ചിലപ്പോൾ അത് നമ്മളെ സ്റ്റോപ്പ് ലോസും അടിക്കാം. പക്ഷേ നമ്മളെപ്പോഴും സ്റ്റോപ്പ് ലോസ് ചെറുതും വെക്കുക, ടാർഗറ്റും വലുതും വെക്കുക. അപ്പോഴേ നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് വേറെ ഒരു എക്സാമ്പിൾ നോക്കാം. നേരത്തെ നമ്മളൊരു ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് നോക്കിയത്. അതിലെങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും. ഇതൊരു നമ്മളൊരു സ്വിംഗ് ട്രേഡ് നോക്കാം. ഒരു ഡേ ക്യാൻഡിലാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഈ ഡേ ക്യാൻഡിൽ വെച്ച് സൺ ടി വി എന്ന സ്റ്റോക്കിൽ നല്ല എൻട്രി നമുക്കിവിടെ കിട്ടിയിട്ടില്ലേ. ഞാനൊരു ട്രയാങ്കിൾ പാറ്റേൺ വരച്ചു. ഇവിടെ താഴെ നിന്ന് വരച്ചപ്പോൾ നമുക്കൊരു ഒരു പാറ്റേൺസ് കിട്ടി. ഇതിനെ ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്നാട്ടോ പറയാം. 3 തരം ട്രയാങ്കിൾ പാറ്റേൺ ഉണ്ട്. അസെൻഡിങ്, താഴേക്ക് ഒരു ട്രെൻഡിൽ വരുമ്പോൾ ട്രയാങ്കിൾ വരുന്നതിന് ഡിസെൻഡിങ് എന്നും, മുകളിലേക്ക് പോവുകയാണെങ്കിൽ അസെൻഡിങ് എന്നും. ഒരു കൺസോൾട്ടേഷൻ സ്റ്റേറ്റിൽ നമ്മളൊരു പാറ്റേൺസ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിനെ സിമെട്രിക് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറയും. അതൊന്നും ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നൊന്നുമില്ല, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, നിങ്ങളിവിടെ കണ്ടില്ലേ, ഈ ട്രയാങ്കിൾ പാറ്റേണിൽ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്ക് 530 എന്ന റേഞ്ചിൽ സൺ ടി വി ഒരു ബ്രേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ 530 മുകളിലേക്ക് പ്രൈസ് പോകാൻ തുടങ്ങിയപ്പോൾ അടുത്ത ക്യാൻഡിൽ ഞാൻ എൻട്രി എടുത്തു. ഓക്കെ, എൻ്റെ സ്റ്റോപ്പ് ലോസ് ശരിക്കും 517 റേഞ്ചിലായിരുന്നു. അതായത് ഒരു 13 പോയിൻ്റ് എൻ്റെ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ എനിക്കൊരു 26 പോയിൻ്റ് 30 പോയിൻ്റ് ടാർഗറ്റ് കിട്ടുന്ന രീതി 560 ഞാനൊരു ടാർഗറ്റ് വെച്ചു. ആ ഒരു സിംഗ് ഹൈൻ്റെ ലെവലിൽ ഞാൻ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്കിവിടെ അച്ചീവ് ചെയ്യാൻ പറ്റി. ഓക്കെ, കണ്ടില്ലേ നിങ്ങൾ, ആ ഒരു ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം സ്റ്റോക്ക് മൂവ് ചെയ്ത് കണ്ടില്ലേ, 580 വരെ ഈസി ആയിട്ട് അത് പോയി. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് കുറേ ചാർട്ടുകൾ ഇങ്ങനെ നോക്കിയതിന് ശേഷം നമ്മൾ എവിടെയെങ്കിലും പാറ്റേൺസ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, ട്രയാങ്കിൾ പാറ്റേൺ വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ എല്ലാ ചാർട്ടുകളും വരച്ച് നോക്കി പഠിക്കുക. നമ്മൾ സ്ഥിരം വാച്ച് ചെയ്യാറുള്ള ഒരുവിധം സ്റ്റോക്കുകളെല്ലാം നമ്മളിങ്ങനെ ഈ ഒരു ട്രേഡിംഗ് വ്യൂവിൻ്റെ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്തതിന് ശേഷം എല്ലാ ചാർട്ടിലൂടെയും നമ്മൾ പാസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, ചാർട്ട്സ് വരയ്ക്കാൻ, ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഇത് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ, അവിടെ എൻട്രി ചാൻസ് ഉണ്ടോ എന്നീ കാര്യങ്ങളെല്ലാം നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ്. ഈ ഒരു പ്രാക്ടീസ് കൊണ്ടേ നമുക്ക് ഈ ഒരു ഫീൽഡിൽ സക്സസ് ആകാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ മടിച്ചിരുന്നിട്ട് നമുക്കൊരു ട്രേഡർ ആകാൻ പറ്റുന്ന ആരും കരുതണ്ട. അപ്പം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും, ഒരു കോൺഫിഡൻസ് കിട്ടും, നമുക്ക് ധൈര്യമായിട്ട് ട്രേഡ് ചെയ്യാനുള്ളൊരു ധൈര്യം നമുക്ക് അവിടെ കിട്ടുകയാണ്. കാരണം നമ്മൾ ബ്ലൈൻഡായിട്ട് ഒരുപാട് ട്രേഡ് ചെയ്ത് കളഞ്ഞവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, പിന്നെ എന്താ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇനി ഈ അപ്സ്റ്റോക്സ് എന്നൊരു ആപ്ലിക്കേഷന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ബ്രോക്കറേജ് ചാർജ് 1000 രൂപ ഫ്രീ ആണ്. പിന്നെ ഇയർലി ചാർജും ഫ്രീ ആണ്. ഇപ്പോൾ അവരുടെ ഒരു പ്രൊമോഷൻ ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് അപ്സ്റ്റോക്സ് വഴി വേറെ ഒരുപാട് ഏൺ ചെയ്യാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ
എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നിങ്ങൾ ജോയിൻ ചെയ്തിട്ട് അപ്സ്റ്റോക്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു പ്രീമിയം ഗ്രൂപ്പ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്സ്റ്റോക്സ് ജോയിൻ ചെയ്യുന്നവരുടെ അതിലേക്കെല്ലാം ആഡ് ചെയ്യാം. സ്റ്റോക്ക് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ പറയുന്നത്. വേറെ ബ്രോക്കർമാർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കൂടി വേണമെങ്കിൽ അപ്സ്റ്റോക്സ് ചെയ്യാവുന്നതാണ്. കാരണം ഒരു റെഫറം ഇൻകം വഴി നമുക്ക് പണം നേടാനുള്ള മാർഗ്ഗമുണ്ട്. കൂടാതെ 2 ബ്രോക്കേഴ്സ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. ഇനി ഇത് തുടങ്ങുന്ന സമയത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഡയറക്റ്റ് മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം. നോ പ്രോബ്ലം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം.